ഇത് നമ്മൾ കൃത്യമായിട്ടാണ് പറഞ്ഞപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ വിഷയമൊന്ന് മറിച്ചിടാനുള്ള ശ്രമം അദ്ദേഹം നടത്തുകയാണ്. നമ്മുടെ തൊട്ടടുത്ത ഒമാനൂരും വേങ്ങരയിലുമൊക്കെ അദ്ദേഹം വന്നിരുന്നു. ഇൻഷാ അല്ലാഹ് അവിടെയൊക്കെ നമ്മളും വരും. അവിടെയുള്ള പ്രസംഗങ്ങളിലൊക്കെ അദ്ദേഹം റൂട്ട് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതെന്താ? നമ്മൾ പറയുന്നത് നേരത്തെ കഴിവ് നൽകപ്പെടുകയാണ്, അതേ സമയത്ത് കൊടുത്ത കഴിവ് എന്നൊരു സംഭവം ഇല്ല. പിന്നെയോ ഓരോ സമയത്തും അപ്പപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിനെതിരാണ് നമ്മൾ വന്നത് എന്ന് പറഞ്ഞ് വിഷയം മാറ്റി ഇയാൾക്ക് ഉള്ളിൽ നിന്ന് വന്ന കുത്ത് സഹിക്കാൻ വേണ്ടി ചില നാടകങ്ങൾ നടത്താൻ ശ്രമിച്ചു. അതൊന്നും വലപ്പോവില്ല. ഞങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. നിങ്ങൾ പറഞ്ഞതിലെ അബദ്ധം ആളുകൾക്ക് വ്യക്തവുമാണ്. അവശനായ വാപ്പയോട് ആരെ ഉപമിച്ചു? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്ക്, വളരെ കൃത്യമാണ് നമ്മുടെ വാക്കുകൾ. അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത് നോക്ക്, മിനിയാന്ന് നടത്തിയത്. കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് ബിദ്അത്തുകാരുടെ ആശയം. എന്നാൽ ആ ബിദ്അത്തുകാരുടെ ആശയം കോപ്പിയടിച്ച കള്ളത്തരീഖത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം. അള്ളാഹു കൊടുക്കുന്ന കഴിവ്, അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ്, അല്ലാതെ കൊടുത്തു വെച്ച കഴിവല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് ക്യാൻറ്റീനിൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ച ചരക്കൊന്നുമല്ല. ഓതി പഠിക്കുന്നതാണ്. പ്രവൃത്തിയോടുകൂടിയാണ് കഴിവ്, അല്ലാതെ നേരത്തെ കഴിവല്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞോ തിരിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തിരിയാത്തതുപോലെ അഭിനയിക്കുകയാണ്. നമ്മളെന്താ പറഞ്ഞേ? അയാളെന്താ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ക്യാൻറ്റീനിൽ കൊണ്ടുവച്ച അരിച്ചാക്ക് പോലെയല്ല. അരിച്ചാക്ക് അവിടെ കൊണ്ടുവച്ചാൽ പിന്നെ ആവശ്യത്തിന് എടുത്തു കൊണ്ടുപോയാൽ മതിയല്ലോ. ഇതുപോലെ കഴിവ് കൊടുത്തിട്ടതല്ല. പക്ഷെ ഇന്നലെ പിന്നെ ഒമാനിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ ഉദാഹരണം പാളി. അവിടെ അയാൾ പറയുന്നത്, അപ്പപ്പോൾ തരുന്ന കഴിവിൻ്റെ ഉദാഹരണം പറയുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഞങ്ങൾക്ക് പഠിപ്പിച്ച ഉദാഹരണമാണെന്ന് പറയുന്നത് വിളക്കിനെയാണ്. വിളക്ക്, മണ്ണെണ്ണ വിളക്കില്ലേ, പഴയ വിളക്ക്. അപ്പം അതിങ്ങനെ അതിൻ്റെ തിരി, ആ തിരിയിലിങ്ങനെ എണ്ണ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ സെക്കൻഡിൽ എണ്ണ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഏത് കത്തിക്കൊണ്ടിരിക്കുക വിളക്ക്. എണ്ണ തീർന്നാൽ അത് കെടുന്നാണ് പറയുന്നത്. പക്ഷേ എണ്ണ ഇങ്ങനെ കാരണമെങ്കിൽ ആദ്യം വിളക്കിൽ ആക്കി വെക്കണമല്ലോ. ആദ്യം വിളക്കിൽ എണ്ണ വേണ്ടേ? എന്നാലല്ലേ സാധു കയറുള്ളൂ. പറഞ്ഞ ഉദാഹരണം തന്നെ അവർക്കായിപ്പോയി. യഥാർത്ഥത്തിൽ ആ ഉദാഹരണത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ വാദമുണ്ട് എന്നാണ്. കാരണം എന്താ? ആ ഉദാഹരണത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലായത്. ഇപ്പം ഇത് രണ്ടു തമ്മിൽ ഇപ്പം എന്താ വ്യത്യാസം? ക്യാൻറ്റീനിലെ അരിച്ചാക്കും മണ്ണെണ്ണ വിളക്കിലെ മണ്ണെണ്ണയും രണ്ടും ഒരുപോലെ തന്നെയല്ലേ? ഒമാനിലെ പ്രസംഗം ഒന്ന് വെച്ചു കൊടുക്കും. മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി. ശിഷ്യന്മാരായ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ഒരു തിരിവിളക്ക് കത്തിച്ചു വെച്ചാൽ ആ തിരിവിളക്കിലേക്ക് എണ്ണ ഇങ്ങനെ കയറി പോകുന്നു, തലക്കിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് മനസ്സിലാവൂല, എണ്ണ ഇങ്ങനെ കയറുന്നു കത്തുന്നു, കയറുന്നു കത്തുന്നു. അതിനെ മനസ്സിലായാലെപ്പോഴാ? മനസ്സിലായാലും എണ്ണ തീർന്നാൽ പെട്ടെന്ന് വിളക്ക് കെടൂല. പിന്നെയും കുറെ നേരം ആ കുപ്പിയിൽ എണ്ണ തീർന്നു. എന്നാലും ഈ അപ്പൊ കുപ്പിയിലെണ്ണ വേണ്ടേ? കുപ്പിയിലെണ്ണ വേണ്ടേ? അല്ലേ? എന്നാലല്ലേ കയറുന്നു കത്തുന്നു, കത്തുന്നു കയറുന്നു എന്ന് പറയാൻ പറ്റൂ. കുപ്പിയിലാദ്യം എണ്ണ മൗജൂദാവണ്ടേ? അപ്പൊ നിങ്ങൾ പറഞ്ഞ ഉദാഹരണം തന്നെ നിങ്ങൾക്കെതിരാ. കൊടുത്ത കഴിവ് എന്ന് പറയുമ്പോഴേക്ക് മുഅ്തസിലയായി പോകുന്നതാണ്. അതുപോലെ കുറച്ച് കള്ളത്തൊരീക്കത്തുകാരും എന്നാണ് പറഞ്ഞത്.
എന്നാൽ കുറച്ച് മുഅ്തസിലാക്കളെ ഞാൻ ഒന്ന് രണ്ടെണ്ണം പാതി കൊണ്ടുവരാം. ഇതൊക്കെ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമാണ്. വലിയ മുഅ്തസിലിയാണ് ഫതാവ മുഹീസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അതിൻ്റെ 45-ാമത്തെ പേജ് ഔലിയാക്കളുടെ കഴിവിനെ സംബന്ധിച്ച്. ഒന്ന് ആ പേജ് അതിൽ കണ്ടോട്ടെ, സ്ക്രീനിൽ ഒന്നിൻ്റെ പേജ് കണ്ടാൽ മതി, എല്ലാം കൂടി കാണിക്കാൻ നേരമില്ല. കണ്ടോ നിങ്ങൾ? അവിടെ ഇമാം റംലി പറയുന്നു, പ്രസ്തുത സഹായാഭ്യർത്ഥനയിൽ ഒരു വിരോധവുമില്ലെന്നും അവർക്ക് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് സഹായിക്കാൻ കഴിയുമെന്നും നിരവധി രേഖകൾ കൊണ്ട് തെളിഞ്ഞതാണ്. അപ്പം എന്താ പറഞ്ഞ് ഓരോ അപ്പോൾ കൊടുക്കുന്ന കഴിവ് അങ്ങനെ എഴുതിയതായിൽ അല്ല, അവർക്ക് അള്ളാഹു നൽകിയ കഴിവ് എന്നാണ്. കൊടുത്ത കഴിവ്, നൽകിയ കഴിവ്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുഅ്തസിലായോ? അതിൻ്റെ അപ്പുറമാണ്. അല്ല, അയാളോട് ചോദിക്കുകയാണ്. അയാളാണല്ലോ അതിന് ഉത്തരം പറയേണ്ടത്. ഇനി ആ മാന്യദേഹം എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ സുലൈമാൻ സഖാഫി, അയാൾ എഴുതിയ സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകം, അതിൻ്റെ 30-ാമത്തെ പേജ്. അങ്ങനെ എത്ര ഉണ്ട് എന്നാ ഞാൻ അത് പറയാൻ തുടങ്ങിയാൽ ഇതുണ്ടോ തീരുന്നത്? ഒരുപാടുണ്ട്. ഇത് പഴയ കാലത്തൊക്കെ ഇങ്ങനെ തന്നെയല്ലേ എഴുതല്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും തിരിയും ചെയ്യുമല്ലോ. 30-ാമത്തെ പേജിൽ കാണാം, അംബിയാ മുർസലുകൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, സ്വാലിഹികൾ എന്നിവരോട് സഹായാർത്ഥന നടത്തൽ അനുവദനീയമാകുന്നു. മരണശേഷവും സഹായിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. കഴിവുണ്ട് എന്നാ പറഞ്ഞു. അപ്പൊ ഇത് വ്യാപകമായി ഒരു കാലത്ത് ഇവിടെ പറഞ്ഞു നടന്നതായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ, ആ ഔലിയാക്കന്മാർക്ക് പ്രത്യേകമായ ചില മഖാമുകൾ നൽകുന്നു. ആ മഖാമിൽ അവരെത്തിയാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഖാമിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് അവര് ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഖാമിൽ നിന്നുകൊണ്ട് ചെയ്തു തീർക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മഹാനരായ ഇമാം ഫഖ്റുദ്ദീൻ റാസിയുടെ തഫ്സീർ പ്രസിദ്ധമായ ഒരു ഹദീസിനെ വിശദീകരിക്കുകയാണ്. ഏതാ ഹദീസ്? ഒരടിമ എന്നിലേക്ക് അടുത്തടുത്ത് വന്നാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവർ കേൾക്കുന്ന കേൾവി ഞാനാകും, അവർ കാണുന്ന കാഴ്ച ഞാനാകും എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇമാം റാസി പറയുകയാണ്, കേട്ടോളൂ. ആ പറഞ്ഞതിൻ്റെ മഅന, അതെ, വകദാലികൽ അബ്ദു ഇദാ വാളബ അല ത്വാഅത്ത് ബലഗ ഇലൽ മഖാമില്ലദീ യഖൂലു അല്ലാഹു സുബ്ഹാനഹു വ തആല കുന്തു സംഅൻ വബസറാ. അല്ലാഹുവിലേക്ക് അടുത്ത് വന്ന് അല്ലാഹ് അവരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു അവരെ ഒരു മഖാമിലേക്ക്, ഒരു സ്ഥാനത്തേക്ക് എത്തിക്കും. ആ സ്ഥാനത്തേക്ക് എത്തിയാൽ ഞാൻ അവരുടെ കേൾവിയും കാഴ്ചയുമായി മാറും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതാ റഅൽ ഖരീബ വൽ ബഈദ, ദൂരെയുള്ളതും അടുത്തുള്ളതും കാണാൻ കഴിയും. അതെ, വഇദാ സാറ ദാലിക അന്നൂറു യദല്ലഹു ഖദറ അല തസറുഫി ഫിസ്സഅബി വസ്സഹ്ലി വൽ ബഈദി വൽ ഖരീബ്, അടുത്തുള്ളതും ദൂരത്തുള്ളതും എളുപ്പ സമയത്തുള്ളതും വിഷമഘട്ടത്തിലായാലും ആ വിഷയത്തിലൊക്കെ കൈകാര്യം ചെയ്യാൻ ആ മഖാമിൽ നിന്നുകൊണ്ട് അവർക്ക് കഴിയും. അപ്പൊ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന മഖാമുകളാണ്. ആ മഖാമിൽ നിന്നുകൊണ്ട് അവർ ആളുകൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയാണ്. അതിനെ ഖൽഖ് ചെയ്യുന്നത് റബ്ബന്നെ. അതിലൂടെ ആരോ തർക്കണ്ടോ? ആ ഭാഗത്തേക്ക് തന്നെ നമ്മൾ കടന്നിട്ടില്ല. നമ്മൾ പറഞ്ഞു അംബിയാ ഔലിയാക്കന്മാർക്ക് പ്രത്യേകമായ മഖാമുകൾ നൽകപ്പെടുന്നു. ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട മഖാമാണ് വസീലത്ത്, ഫളീലത്ത്, ശഫാഅത്ത്. അതുപോലെ ഉതീതു മഫാതീഹ ഖസാഇനിൽ അർദ്, ലോകം മുഴുവനും നിയന്ത്രിക്കാനുള്ള
ആ ഒരു വലിയ പവർ, ആ പവറും മഖാമും ആർക്ക് നൽകപ്പെട്ടു? അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി അതാണ് ഖുദ്സിയായ ഹദീസിൽ അല്ലാഹ് പറഞ്ഞത്. ഖുദ്സിയായ ഹദീസ് മശായിഖന്മാർ അവരുടെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉദാഹരണം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളുടെ ഫുതൂഹുൽ ഗൈബ് നോക്കുക റളിയല്ലാഹു അൻഹു. ഓസുല്ലാദ് നിങ്ങളുടെ ഫുതൂഹുൽ ഗൈബ് അടക്കമുള്ള കിതാബുകളിലൊക്കെ ആവർത്തിച്ചു വന്ന ഹദീസാണ് ഖുദ്സി. അഥവാ അല്ലാഹ് തന്നെ പറയാണ്, യബ്ന ആദം, ഓ മനുഷ്യരെ, അനല്ലാഹ്, ഞാൻ അല്ലാഹയാണ്, ലാ ഇലാഹ ഇല്ലാ അനാ, ഞാനല്ലാതെ ആരാധനക്കർഹനില്ല. എന്നിട്ട് അല്ലാഹ് പറയാണ്, അനാ അഖൂലു ലിശ്ശൈഇ കുൻ ഫയകൂൻ, ഒരു വസ്തുവിനോട് ഉണ്ടാകണേ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും. അത്ഇനി, മനുഷ്യ നീ എനിക്ക് വഴിപ്പെട്. വഴിപ്പെടൽ പൂർണ്ണമാകുമ്പോ അജ്അൽക തഖൂലു ലിശ്ശൈഇ കുൻ ഫയകൂൻ, നിന്നെ ഞാൻ ഒരു സ്ഥാനത്തെത്തിച്ചു തരും. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് കുൻ എന്ന് നീ പറഞ്ഞാൽ അതുണ്ടാകും. കണ്ടോ, ഇത് അല്ലാഹു തആല, അതാണ് ആ പറഞ്ഞ മഖാമ്. ആ മഖാമാണ് ഖുതുബുൽ ആലം, ആ മഖാമാണ് അൽ ഖുതുബ്, ആ മഖാമാണ് ഖുതുബുൽ ഖുതാബ്, ആ സ്ഥാനമാണ് ഗൗസുൽ ആലം. ഈ സ്ഥാനങ്ങളാണ് അവർക്ക് നൽകപ്പെടുന്നത്. ആ സ്ഥാനങ്ങൾ നൽകപ്പെടുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ടാവും, അത് അവർ ചെയ്തു കൊടുക്കും. കസ്ബൻ വഖ്തിയാറൻ, അതൊക്കെ പണ്ട് നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ ആളുകളെ വസ്വാസാക്കുക. ഗൗസുൽ ആലമിനൊരു സ്ഥാനം നൽകപ്പെടുമ്പോൾ അവിടെ നിന്ന് മഹാനവറുകൾക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും. ഹൽക്ക് ചെയ്യുന്നത് അല്ലെന്നെ പറയേണ്ടതുണ്ടോ? അപ്പൊ നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറ്റി ദിശ മാറ്റാനൊന്നും അനുവദിക്കൂല. ഞങ്ങൾ അങ്ങനെയുള്ളൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്തിട്ട് പോലുമില്ല. ഞങ്ങളെ വിഷയം അംബിയാ വലിയാക്കന്മാർക്ക് അല്ലാഹു ഉന്നത മഖാമുകൾ, സ്ഥാനങ്ങൾ നൽകും. ആ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് അത് അക്കുൻ എന്നവർ പറയുമ്പോൾ അത് ഉണ്ടാകുന്ന ചെയ്യും, അതവർ ഉണ്ടാക്കുക ചെയ്യും. അതല്ലേ ഈ പറഞ്ഞത്? ആർക്കാ അത് മനസ്സിലാകാത്തത്? അതല്ലേ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫവ്വദ ഇലൈഹി, അവനിലേക്ക് അല്ലാഹ് ഏൽപ്പിച്ചു കൊടുക്കും, അംറ മുൽക്കിഹി, അല്ലാഹുവിന്റെ അധികാരത്തിന്റെ കാര്യങ്ങൾ. ഫത്ഹുർ റബ്ബാനി, അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ അല്പാൽപ്പം കൊടുക്കല. നുബുവത്ത് ഇപ്പൊ നബിക്ക് കൊടുക്കല, എങ്ങനെ നുബുവത്ത് ഇങ്ങനെ കൊടുക്കല, എങ്ങനെ 23 കൊല്ലം കൊണ്ട് ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ കൊടുത്തതാ. നുബുവത്ത് അങ്ങോട്ട് കൊടുത്തതന്നല്ലേ, ഗൗസുൽ ആലം എന്ന് അല്ലാഹ് വിളിച്ചതന്നല്ലേ. അപ്പൊ ഔലിയാക്കൾക്ക് നൽകപ്പെടുന്ന മഖാമാത്തുകളും അവരുടെ സ്ഥാനങ്ങളും മനസ്സിലാക്കാതെ ചർച്ച വഴി നടത്താൻ വേണ്ടി ശ്രമിക്കണ്ട. അങ്ങനെയുള്ള മഖാമിൽ ഇരിക്കുന്നവരാണ് ബദരീങ്ങൾ. അവരോട് തന്നെ ചോദിക്കാം, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ. അവർക്ക് ആ സ്ഥാനം, അതാ ഖുദ്റത്ത് നൽകി എന്ന് പറഞ്ഞാൽ അതിനാണ് ഖുദ്റത്ത് നൽകി എന്ന് പറയാ, മഖാമ് നൽകിന. അതാണ് അഅ്താക മിൻ ഖുദ്റത്തിൻ, അല്ലാഹു നിങ്ങൾക്ക് വലിയ കഴിവ് നൽകി. ഇതൊക്കെ എവിടെയാ അറിയാത്തത്? ആർക്കാ അറിയാത്തത്? ഇത് ഇയാൾ തന്നെ പണ്ട് പറഞ്ഞതാണ്. പഴയ ഒരു പ്രസംഗം കേട്ടു നോക്കുക, അയാൾ ആ മഖാമിനെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. നിങ്ങളെ ഞാൻ അടിമുടി, നിങ്ങളെ മനസ്സടക്കം എന്റെ പിന്നിലാണ് നിങ്ങൾ ഉള്ളതെങ്കിലും മുന്നിൽ നിൽക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ കണ്ടില്ലേ, മനസ്സിന്റെ ഉള്ളിലുള്ളത് കാണാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എങ്ങനെ ശുദ്ധീകരിക്കും മനസ്സ്? അപ്പൊ സ്വഹാബത്തിന്റെ മനസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുദ്ധീകരിച്ചിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരക്കാരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളായി ദീനീ പ്രവർത്തന രംഗത്ത് വരുന്ന ആലിമീങ്ങൾ. ആ ആലിമീങ്ങളിലുള്ള പ്രമുഖന്മാരാണ് ഖുത്ബുകൾ. ആ ഖുത്ബുകളുടെ സ്വഭാവമാണ് അവർക്ക് ഹൃദയത്തിലുള്ളത് അറിയാൻ കഴിയുന്ന മഖാമ്. അതാണ് അല്ലാഹു അവർക്ക് ഹൃദയത്തിലുള്ളത് വരെ അറിയാൻ കഴിയുന്ന മഖാമ്. അയാളാണ് പറയുന്നത്. അതുകൊണ്ട് ചിലതൊക്കെ അബദ്ധം ഉണ്ടാവും. പണ്ടേ സുഹബത്തില്ലല്ലോ, ആലിമീങ്ങളാണ് ഔലിയാക്കൾ എന്നൊക്കെ പറയാൻ നോക്കുന്നുണ്ട്. യഥാർത്ഥ ആലിമീങ്ങൾ തന്നെയാണ് ഔലിയാക്കൾ. അത് വിലായത്തിന്റെ അഹ്ലികാരായ മശായിഖുമാരാണ്. അതവിടെ ഇരിക്കട്ടെ.
അപ്പൊ ഔലിയാക്കന്മാർക്ക് അമ്പിയാക്കന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന മഖാമാണേത്? കാണാൻ കഴിയും ഹൃദയത്തിലുള്ളത്. കണ്ടോ നിങ്ങൾ? എന്നിട്ട് അയാൾ ഗൗസുൽ ആലമിന്റെ ഫതഹുർ റബ്ബാനിയൊക്കെ വായിക്കുന്നുണ്ട്. വമിൻ മംലകതിഹി, അങ്ങനെ നൽകപ്പെട്ട ആളുകളുടെ അധികാരത്തിൽപ്പെട്ടതാണ് ദുനിയാഹു വഉഖറാ, ദുനിയാവും ആഖിറൊക്കെ. വായിച്ചാകെ എരപ്പാണ്ടെന്നാലും അയാൾ ശ്രമം നടത്തുന്നുണ്ട്. പഴയ കാലത്തെ പ്രസംഗമാണ്, ഇപ്പോൾ ഒന്നും വായിക്കൂല. കേട്ടോളൂ. പല കഴിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മഹാന്മാർക്ക് നൽകിയേക്കും. വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, وفوض إليه أمر ملكه وحواسه وتدبير ملكه وأسبابه وجعله أمينا على خزائنه. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രാജ്യത്തിന്റെ ഭരണാധികാരിയായി നിശ്ചയിച്ചതുപോലെ وكذلك അതേപോലെ هكذا القلب إذا صح وظهر. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും അല്ലാഹ് വിരോധിച്ചതൊക്കെ കൈയൊഴിക്കുകയും ചെയ്തുകൊണ്ടൊരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അതിന്റെ ഉന്നതമായ പദവിയിലേക്ക് മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കനഹു മിൻ ഖുലൂബി ഇബാദിഹി, അവന്റെ അടിമകളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കാനുള്ള സൗകര്യം അല്ലാഹു അവർക്ക് ചെയ്തു കൊടുക്കും. وممن مملكته دنياه ومن مملكته دنياه واخرى ومن مملكته دنياه واخرى. അല്ലാഹുവിന്റെ അധികാര സ്ഥലങ്ങളായ ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് അല്ലാഹു തആല അധികാരങ്ങളും പവറുകളും നൽകുകയും. അതൊന്നും അർത്ഥം വെച്ച് ശരിയായില്ല, വായിക്കലെന്നെ ശരിയാണേ ഉള്ളൂ. അങ്ങനെ അല്ലാഹു അധികാരവും അല്ലാഹുവിന്റെ നിയന്ത്രണവും അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്താൽ ഫത്ഹുർ റബ്ബാനി വമിൻ മംലകതിഹി ദുനിയാഹു വഉഖറാ, അങ്ങനെ നൽകിയ അധികാര പരിധിയിലാണ് ദുനിയാവും ആഖിറവും. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ? അല്ലാഹ് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലാഹു ഉന്നതമായ സ്ഥാനങ്ങൾ നൽകും. ആ സ്ഥാനം നൽകപ്പെട്ടവർക്ക് നമ്മുടെ വിഷയങ്ങൾ നേരിട്ട് പരിഹരിച്ചു തരാൻ കഴിയും. അങ്ങനെ കഴിയുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ കഴിയുന്നവരാണ് ബദരീങ്ങൾ, കഴിയുന്നവരാണ് ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു.